ഹായ്, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശിവദാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വാസ് വേർ ആണ് ഉപയോഗിച്ചിരുന്നത്. ഐ വാസ് റൈറ്റിംഗ്, ഹി വാസ് റൈറ്റിംഗ്, ഷീ വാസ് റൈറ്റിംഗ്, ദേ വേർ റൈറ്റിംഗ്, യു വേർ റൈറ്റിംഗ്, വി വേർ റൈറ്റിംഗ്. ഇതിൻ്റെ എല്ലാം അർത്ഥം എഴുതുകയായിരുന്നു അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ വാസ് റൈറ്റിംഗ്, വാസ് എന്ന് എഴുതി റൈറ്റ് എന്നുള്ള പ്രസന്റ് രൂപത്തിനോട് കൂടെ ing ചേർക്കുക. സബ്ജക്റ്റ് കർത്താവ് ബഹുവചനമാകുമ്പോൾ ഒന്നിലധികമാവുമ്പോൾ വേർ എന്ന് എഴുതിയിട്ട് വെർബിന്റെ പ്രസന്റ് രൂപത്തിനോട് കൂടെ ing ചേർത്ത് കഴിഞ്ഞാൽ ഈ ടെൻസായി. ഗൗതം വാസ് റൈറ്റിംഗ്, ഗൗതം ഒരു കത്ത് എഴുതുകയായിരുന്നു, എഴുതിക്കൊണ്ടിരുന്നു. ഗൗതം ഒരാളാണ്, ഏകവചനാണ്. ഒരാളായതുകൊണ്ട് ഏകവചനാണ്. ഒന്നിലധികം പേരാണെങ്കിൽ ഗൗതം ആൻഡ് മാധുരി വേർ റൈറ്റിംഗ്. ഗൗതവും മാധുരിയും കത്ത് എഴുതിക്കൊണ്ടിരുന്നു. അതിൽ ചോദ്യം ഉണ്ടാക്കാൻ മറ്റുള്ള ടെൻസുകളെ പോലെ തന്നെ ഹെൽപ്പിംഗ് വെർബായിട്ടുള്ള വാസിനെ മുന്നിലേക്ക് കൊണ്ടുവരണം. സെന്റൻസിന്റെ ചോദ്യത്തിന്റെ ആദ്യത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യ ഭാഗം കൊണ്ടുവന്ന വാസ് ഗൗതം റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതുകയായിരുന്നോ? ഇതും നമ്മൾ പഠിച്ചു. ഇനി ബഹുവചനാണെങ്കിൽ വേറാണ്. അപ്പോൾ വേർ ഗൗതം ആൻഡ് മാധുരി റൈറ്റിംഗ് എ ലെറ്റർ. അതിന് നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. ഗൗതം വാസ് നോട്ട് റൈറ്റിംഗ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളത് വാസ് റൈറ്റിംഗ് എഴുതുകയായിരുന്നു. വേർ റൈറ്റിംഗ് എഴുതുകയായിരുന്നു. ഇതാണ് നമ്മൾ ഇതിൽ ഓർമ്മിക്കേണ്ടത്. അതിന് നെഗറ്റീവ് ഭാഗമോ വാസ് നോട്ട് റൈറ്റിംഗ്, വേർ നോട്ട് റൈറ്റിംഗ്, ഇത്രയും ഓർമ്മിച്ച് വെച്ചാൽ മതി. ഒന്ന് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഉപയോഗിക്കാനും ഒന്ന് വേറെന്നുള്ളത് ബഹുവചനം സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ഉപയോഗിക്കാനുള്ളതുമാണ്. ഈ ടെൻസിനെ കുറിച്ച് വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്ന് റിവൈസ് ചെയ്യാൻ, ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാസ് റിട്ടൺ, ഹാവ് റിട്ടൺ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഹാഡ് എന്നുള്ളത് സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും ഹാഡിന് ഒരു വ്യത്യാസവും വരുന്നില്ല. ഹാഡ് റിട്ടൺ, റൈറ്റ് എന്നുള്ള വെർബിന്റെ മൂന്നാമത്തെ രൂപമായ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം ഉപയോഗിക്കണം. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇപ്പൊ ഗൗതത്തിന്റെ ഉദാഹരണത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗൗതം ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിലൊരു വ്യത്യാസം അർത്ഥത്തിൽ പ്രത്യേകിച്ചും അർത്ഥം നമ്മൾ ശ്രദ്ധിക്കണം. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഉണ്ടായിരുന്നു ഉള്ളതിന് വേറെ വാസെന്നും പറയും. അത് വേറെ സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഹാഡ് റിട്ടൺ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കാണാപാഠം പഠിച്ചു വെക്കണം. ഗൗതം ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഗൗതമിന്റെ സ്ഥാനത്ത് ഒന്നിലധികം പേരാണെങ്കിൽ, ബഹുവചനാണെങ്കിൽ ഗൗതം ആൻഡ് മാധുരി ഹാഡ് റിട്ടൺ എ ലെറ്റർ. അവിടെ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്നെ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും പ്രസന്റിൽ നമ്മൾ പഠിച്ചു ഹാസ്, ഹാവ് എന്ന് മാറി നമ്മൾ ഉപയോഗിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണോ, ഏകവചനാണോ, ബഹുവചനാണോ നോക്കണം. ഇവിടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ല. നമുക്ക് സബ്ജക്റ്റ് ആരായാലും എത്രയായാലും ഹാഡ് റിട്ടൺ ഉപയോഗിച്ചാൽ മതി. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം എന്ന് മറക്കരുത്. ഹാഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു. ഹാസ്, ഹാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാസ്റ്റാണ് ഹാസിൻ്റെയും ഹാവിൻ്റെയും പാസ്റ്റാണ് ഹാഡ്. ഈസിൻ്റെയും ആറിൻ്റെയും പാസ്റ്റാണ് വാസും വേറും. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഗൗതം ഹാഡ് റിട്ടൺ എ ലെറ്റർ എന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിനെ നെഗറ്റീവ് ആക്കുമ്പോഴോ ഗൗതം ഹാഡ് നോട്ട് റിട്ടൺ എ ലെറ്റർ. നമ്മൾ എങ്ങനെ പ്രസന്റ് പെർഫെക്റ്റ്ലി പഠിച്ചത് ഹാസ് നോട്ട് റിട്ടൺ. അതുപോലെ തന്നെ ഇവിടെ അത് ഹാസ് പോയിട്ട് ഹാഡ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഹാഡ് നോട്ട് റിട്ടൺ. ഇനി ഒന്നിലധികം പേര് ഗൗതം ആൻഡ് മാധുരി ആവുമ്പോഴോ ഗൗതം ആൻഡ് മാധുരി ഹാഡ് നോട്ട് റിട്ടൺ എ ലെറ്റർ. ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പം നമ്മൾ അതിൽ നെഗറ്റീവ് പഠിച്ചു. ഇനി ചോദ്യം ഉണ്ടാക്കാൻ മറ്റുള്ള ടെൻസുകളെ പോലെ തന്നെ ഇതിലും ചോദ്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. എങ്ങനെ ഹാഡിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് മറ്റുള്ളതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ മുന്നിലത്തെ നന്നായി കാണാപാഠം പഠിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിൻ്റെ തുടർച്ച തന്നെയാണ്. ഇത് ചെറിയ നേരിയ വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഗൗതം ഹാഡ് റിട്ടൺ, ഗൗതം ഹാഡ് നോട്ട് റിട്ടൺ. ഇനി അതിനെ ചോദ്യമാക്കുമ്പോൾ ഹാഡ് മുന്നോട്ട് വരണം. ഹാഡ് ഗൗതം റിട്ടൺ എ ലെറ്റർ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ പെർഫെക്റ്റുകളിലും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത് എന്ന് മറക്കരുത്. കണ്ടിന്യൂസുകളിലെല്ലാം ing ഉണ്ടാവും എന്നും മറക്കരുത്. അപ്പോൾ ഗൗതം ഹാഡ് നോട്ട് റിട്ടൺ എ ലെറ്റർ. ഇനി അതിന്റെ ചോദ്യമാകുമ്പോൾ ഹാഡ് ഗൗതം റിട്ടൺ എ ലെറ്റർ. ഗൗതം എന്താ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു.
ഇനി പ്ലൂറൽ ആണെങ്കിലും ഒരു വ്യത്യാസം വരുന്നില്ല, ബഹുവചനാണ് കർത്താവെങ്കിലും ഒരു വ്യത്യാസം വരുന്നില്ല. ഹാഡ് ഗൗതം ആൻഡ് മാധുരി റിട്ടേൺ എ ലെറ്റർ. രണ്ടുപേരും ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം മനസ്സിൽ എപ്പോഴും വേണം. ഹാഡ് റിട്ടേൺ എഴുതിയിട്ടുണ്ട്, എഴുതിയിരിക്കുന്നു, ഹാസ് റിട്ടേൺ, ഹാവ് റിട്ടേൺ. ഇതേപോലെ കാണാപാഠം പഠിക്കണം. ഇത് ടെൻസ് 12 എണ്ണം കഴിയുമ്പോഴേക്കും ഇതൊരു ചെറിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ ആ വെർബിൻ്റെ മാത്രം ഒരു ചെറിയ ഒരു ടേബിൾ ഉണ്ടാക്കി കാണിച്ചു തരാം, ടേബിൾ ഉണ്ടാക്കി പറഞ്ഞു തരാം. നിങ്ങൾ അത് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഷോർട്ടായി പറയുന്നത് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമറുകളൊന്നും ഇതിലില്ല. കോംപ്ലിക്കേഷൻ വരുന്നത് വേറെ ചില റൂളുകളിലാണ്. ഇതിൽ അത്ര ടെൻസിൽ അത്ര കോംപ്ലിക്കേഷൻ ഇല്ല. ഒന്ന് പഠിച്ച് തറവായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് കൺഫ്യൂഷൻ ഒന്നും വരാൻ യാതൊരു സാധ്യതയില്ല. സാധ്യത ഉള്ളത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇന്ന് വേണോ അച്ചു വേണോ എന്നൊരു സംശയം ഉണ്ടാവാറുണ്ട്. കാരണം പ്രിപ്പോസിഷൻ കണ്ടമാനം ഉള്ളത് കൊണ്ടാണ്. മലയാളത്തിൽ അത്ര തന്നെ കണ്ടതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ താഴെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറ് ബിലോ എന്ന് പറയും, അണ്ടർ എന്നും പറയും. നമുക്ക് താഴെ തന്നെയാണ് ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇതിൽ ചെറിയ നേരിയ വ്യത്യാസങ്ങളുണ്ട് ബിലോ അണ്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ. ഇതൊക്കെ നമുക്ക് കൺഫ്യൂസ് ആക്കും. പക്ഷെ മലയാളത്തിൽ ഇത്തരം കൺഫ്യൂസ് ആവുന്ന ചില വാക്കുകളൊന്നും കണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, നമുക്ക് ബാക്ക് ടു അവർ ലെസൺ. നമ്മുടെ ലെസണിലേക്ക് തന്നെ വരാം. അപ്പോൾ ചോദ്യം ഉണ്ടാക്കാൻ പ്ലൂറൽ ആണെങ്കിലും ഹാഡ് നോട്ട് ചേർത്തിട്ട്, അല്ലെങ്കിൽ ഹാഡിൻ്റെ പറഞ്ഞാൽ മതി. ഹാഡ് ഗൗതം റിട്ടേൺ എ ലെറ്റർ. ഇനി അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ചോദിക്കാം, ഹാഡ് നോട്ട്. എങ്ങനെ പ്രസന്റ് ടെൻസിൽ ചെയ്ത് അതുപോലെ തന്നെ ഹാഡിൻ്റെ ഗൗതം റിട്ടേൺ എ ലെറ്റർ, ഹാഡിൻ്റെ ഗൗതം ആൻഡ് മാധുരി റിട്ടേൺ എ ലെറ്റർ. ചോദ്യമായി കഴിഞ്ഞു. ഇതേ രീതിയിൽ നിങ്ങൾ സബ്ജക്റ്റിനെയും ഇപ്പോൾ ഗൗതമിനെയും മാധുരിനെയും മാറ്റിയിട്ട് വേറെ ആരെങ്കിലും വെക്കുക, ഒരു ഫ്ലവറോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് വെച്ചിട്ട് നിങ്ങൾക്ക് വെർബിനെ മാറ്റണം. ഈ റൈറ്റ് എന്നുള്ള വെർബിനെ ഞാൻ കണ്ടിന്യൂസ് ആയി പറയുന്നത് അത് ഓർമ്മിക്കാൻ, ഒരേ 12 ടെൻസിലും ഒരേ രീതിയിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ റൈറ്റിന് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിനെ ഡ്രിങ്ക്സ് എന്നാക്കാം, ഡ്രിങ്ക് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗോ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാം, ഈറ്റ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അത് മാറ്റിയിട്ട് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഇതിൽ ഒരു വട്ടം കേൾക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഒരു വട്ടം പ്രാക്ടീസ് ചെയ്താൽ 100 വട്ടം കേട്ടതിന് തുല്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒരിക്കലും മറക്കില്ല. ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ചോദ്യം ഇനി നമ്മൾ ഹാഡ് നോട്ട് പഠിച്ചു, നെഗറ്റീവ് പഠിച്ചു, ഹാഡ് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ചോദ്യം ഉണ്ടാക്കാനും പഠിച്ചു, അതിൽ നെഗറ്റീവ് ചോദ്യം ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ വാട്ട്, വൈ, വേർ, ഹൗ എന്നൊക്കെ വെച്ചിട്ടാണ് ഇതിനെ ചോദ്യം ഉണ്ടാക്കുന്നത്. മറ്റുള്ള ടെൻസുകളിൽ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ വാട്ട് ഹാഡ് ഗൗതം റിട്ടേൺ. ഗൗതം എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. വേർ ഹാഡ് ഗൗതം റിട്ടേൺ, എവിടെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, എപ്പോഴാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ഈ വാട്ട്, വേർ, വൈ, ഹൗ, വെൻ മാറ്റി ഉപയോഗിച്ച മറ്റതിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ഹാഡ് നോട്ട് റിട്ടേൺ, ഹാഡ് റിട്ടേൺ, അതിലൊരു വ്യത്യാസം വരില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, മെമ്മറൈസ് ചെയ്യാനുള്ളത് ഹാഡ് റിട്ടേൺ എഴുതിയിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് ഏതായാലും ഹാഡ് റിട്ടേൺ. സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും ഹാഡ് റിട്ടേൺ യാതൊരു മാറ്റം വരുന്നില്ല. നെഗറ്റീവ് ആക്കണമെങ്കിൽ ഹാഡ് നോട്ട് റിട്ടേൺ, ഗൗതം ഹാഡ് നോട്ട് റിട്ടേൺ. ഇനി ഐ എന്നാണെങ്കിലോ ഐ ഹാഡ് റിട്ടേൺ, വി എന്നാണെങ്കിലോ വി ഹാഡ് റിട്ടേൺ, ദേ എന്നാണെങ്കിലോ ദേ ഹാഡ് റിട്ടേൺ, യു എന്നാണെങ്കിലോ യു ഹാഡ് റിട്ടേൺ. യു ഹാഡ് റിട്ടേൺ എ ലെറ്റർ. നിങ്ങൾ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്ന് പറയണം. അപ്പോൾ യു ഹാഡ് റിട്ടേൺ എ ലെറ്റർ. യു ഹാഡ് ഈറ്റൺ യുവർ ഫുഡ്. യു ഹാഡ് ഗോൺ ടു ഡൽഹി. നിങ്ങൾ ഡൽഹിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലാണ് ഇതിൽ അർത്ഥം വരുന്നത്. അപ്പോൾ മറക്കരുത്, ഈ ക്ലാസ്സിൽ ഇത്രയും പഠിച്ചാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഹാഡിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിക്കാം. കണ്ടിന്യൂസ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചതുപോലെ തന്നെ അടുത്ത ടെൻസിലേക്ക് ഇപ്പോൾ ഇതിൽ ഇത്രയാണ്, കാര്യമായിട്ടൊന്നുമില്ല. ഹാഡ് റിട്ടേൺ, അത് ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഹെൽപ്പിംഗ് വെർബ് മുന്നിൽ കൊണ്ടുവരണം. വാട്ടും വേറൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ മുന്നിലാണ് വാട്ടും വേറും കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കാണാൻ കഴിയും. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ചാനൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടാവാൻ സാധ്യത ഇല്ലയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാ എക്സാമ്പിളും ഞാൻ ഒരു 5-6 എക്സാമ്പിൾ ഞാൻ ഉണ്ടാക്കി പറയുന്നത് ഈ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആവർത്തന വിരസത പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാം. കാരണം ഞാൻ കണ്ടിന്യൂഷനായിട്ട് പറഞ്ഞത് തന്നെ വീണ്ടും ഞാൻ പറയുന്നത് അത് ഒന്നുകൂടെ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലൊന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ചാനൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.